ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ സിനിമ കാണാൻ വന്നത്. എനിക്ക് ട്രെയിലർ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വന്ന സിനിമ കണ്ടപ്പം എനിക്ക് വർക്കായി. ആക്ച്വലി മ്യൂസിക് മാത്രം എനിക്ക് മ്യൂസിക് എത്ര എ ആർ റഹ്മാന്റെ ആ ഒരു പോർഷൻസ് വരുന്നുണ്ടായിരുന്നു സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക്. ആ പോർഷൻസ് ഒക്കെ ഗംഭീരമായി തോന്നി. പക്ഷെ അല്ലാതെ ക്രിയേഷൻ അത്ര സുഖകരമായി തോന്നിയില്ല. ഡെഫിനറ്റ്ലി അത് ഐ മീൻ പുള്ളിയുടെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതൊരു ഫീൽ ചെയ്തില്ല. ഇട പോർഷനിൽ മാത്രമാണ് ഏതൊക്കെയോ 2-3 ഷോട്ട്സിൽ അത് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ ഡീപ്പായിരുന്നു ചെയ്തതെന്ന് തോന്നുന്നു. നൈസ് മൂവിയല്ല. കണ്ടു. വേറെ ഈ ഇന്ത്യൻ 2-ന്റെ തന്നെ വേറെ ഒരു ലെവലാണ് ഇന്ത്യൻ 3-യുടെ ട്രെയിലർ കണ്ടപ്പോൾ. കമലിന്റെ ഒരു യങ് കമലിനെയൊക്കെ നമ്മൾ കണ്ടു. അത് നൈസ് ആവും തോന്നുന്നു. ഇന്ത്യൻ വെച്ച് ഒരിക്കലും ഇന്ത്യൻ 2-നെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ ഒരു ക്ലാസിക് മൂവിയാണ്. ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്ന മൂവിയല്ല. അത് വെച്ച് ഒരിക്കലും ഈ ഫിലിമിനെ കമ്പയർ ചെയ്യുന്നത് ശരിയായിട്ടുണ്ടല്ല. കുഴപ്പമുണ്ടായിട്ട് തോന്നിയില്ല. നൈസായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. അതെ. വൺ ടൈം മാച്ചാണ്. പേഴ്സണലി ഒരു 100% സാറ്റിസ്ഫൈഡ് അല്ല. 100 ഒരു 70% പോലും നമ്മുടെ ഒരു ഹാപ്പി അല്ല. ഞാൻ മാത്രമല്ല, തിയേറ്ററിൽ വന്ന ആളുകൾ നെഗറ്റീവ് റിവ്യൂ അല്ല, അത് വീണ്ടും പറയാണ്. നമ്മളൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഈ ശങ്കർ തിരിച്ചു വരോ എന്തിന് ശേഷമൊക്കെ വരും എന്നുള്ളൊരു മൈൻഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഈ കേരളത്തിലുള്ള ഏറ്റവും ഒരു പ്രമുഖ തിയേറ്ററിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പം ആ ഒരു ഫാൻസിന്റെ കൂടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിക്ക് വന്നത്. പക്ഷെ അത് കിട്ടിയിട്ടില്ല. അത്രേ ടെക്നിക്കലി ഓക്കെയാണ്. വമ്പൻ ബഡ്ജറ്റാണ് സിനിമയ്ക്ക്. ഓരോ സീനിലും അത്ര അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു വികാരം നമുക്ക് കിട്ടിയിട്ടില്ല. കമലഹാസൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, കുഴപ്പമില്ല. പക്ഷെ ഒരു ലെജൻഡറി ആക്ടറിൽ നിന്ന് നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളല്ല പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ കുറെ ഈ ഫാൻസി ഡ്രസ് പല ആളുകളും പറയുന്നുണ്ട്. നമുക്കൊരു വികാരം വരുന്ന സംഭവങ്ങൾ ഇതിൽ ആകെ ഒരു സീനിൽ പോലും ഉണ്ടോന്ന് സംശയം. ബെസ്റ്റ് ആട്ടോ. ഞാൻ ഇതുവരെ കണ്ട സിനിമകളിൽ എയുടെ ഒരു സ്വാധീനം. ഈ ശങ്കറിന്റെ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ ടെക്നിക്കലി പുള്ളി ഭയങ്കര ഒരു ജീനിയസ് ആണ്. ഇപ്പൊ വിവേകാണെങ്കിലും നെടുമുടിയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഭാവിയിലൊക്കെ നമ്മുടെയൊക്കെ ലെജൻഡറി ആക്ടേഴ്സിനെ ആ ഒരു തരത്തില് അതേ പറഞ്ഞ് കണ്ടിരിക്കാം. പക്ഷെ ഒരു മികപ്പെരിയ സിനിമയൊന്നുമല്ല.